ഏറ്റവും സ്നേഹാധനികരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാവരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ കഴിവിൻ പരമാവധി ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തോടും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരോടും അതിൻ്റേതായ ഗൗരവത്തിൽ വസൂയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വരദാനമായ സ്വർഗം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാവിൽ കൂടി സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികൾ, മുൻകഴിഞ്ഞുപോയ എത്രയോ പ്രവാചകന്മാർ, ജീവിതം നന്മകൾ കൊണ്ട് ധന്യമാക്കിയ സാത്വികന്മാരായിട്ടുള്ള നമ്മുടെ പൂർവിക നേതാക്കന്മാർ, അവരെല്ലാവരും സ്വർഗത്തിന് വേണ്ടി പാടുപെട്ടവരാണ്. സ്വർഗം നേടിയെടുക്കണം എന്നുള്ള പരിശ്രമമാണ് അവരുടെ ജീവിതത്തിലുടനീളം നാം മനസ്സിലാക്കുന്നത്. എന്നാൽ പോലും അവരുടെ അന്ത്യസമയത്തിൽ മക്കളെ സാക്ഷിയാക്കിക്കൊണ്ട്, മറ്റുള്ളവരെ സാക്ഷിയാക്കിക്കൊണ്ട് പല പ്രവാചകന്മാരും പല നേതാക്കന്മാരും കരഞ്ഞുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് തേടിയത് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ 10 പേരിൽ ഒരാളാണ്. അങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെ ഈ ലോകത്ത് നിന്നും വിട പറയുമ്പോൾ അവരെ ദുഃഖത്തിലാഴ്ത്തിയ, വ്യസനത്തിലാഴ്ത്തിയ സംഭവം എന്താണ് എന്ന് സമീപത്തുണ്ടായിരുന്നവർ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന മറുപടി, അള്ളാഹുവിൻ്റെ സ്വർഗം ലഭിക്കുവാൻ ഞാൻ അർഹനാണോ? പല സ്വഹാബികളോടും അനുചരന്മാർ പറയുകയാണ്, അള്ളാൻ്റെ റസൂലിൻ്റെ തിരുവാക്കിൽ കൂടി അങ്ങ് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആളല്ലയോ? എങ്കിൽ പോലും സമാധാനമില്ലാതെയാണ് ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. ഈ വിഷയത്തിൽ റബ്ബ് തആല നാളെ പരലോകത്ത് എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു വ്യാകുലതയും ആ ഒരു പ്രയാസവുമായി കൊണ്ടാണ് ആ മഹാന്മാരെല്ലാവരും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞത്. വിശ്വാസികളെ, റമളാൻ എന്ന് പറയുന്നത് ആ സ്വർഗം നേടിയെടുക്കുവാനുള്ള പുണ്യകർമ്മങ്ങളുമായി റബ്ബ് നമുക്ക് നൽകിയിട്ടുള്ള ഒരു സമ്മാനമാണ്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ കാലഘട്ടത്തിൽ ജീവിതം അത്ര വിശുദ്ധമാകാതെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അതിന് നാം തന്നെ സാക്ഷിയാണ്. അവിടെയാണ് റഹ്മാനായ റബ്ബിൻ്റെ ഒരു വരദാനമാകുന്ന റമളാൻ. ആ റമളാനിൽ കൂടിയെങ്കിലും നമ്മുടെ ജീവിതം വിശുദ്ധിയാക്കിയില്ല എങ്കിൽ, ആ റമളാനിലെങ്കിലും നമ്മുടെ ജീവിതം സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു ഹയാത്തിൻ്റെ ഉടമകളായില്ല എങ്കിൽ പിന്നെ എന്ത് നേട്ടമാണ് സഹോദരങ്ങളെ നമ്മുടെ ഈ ജീവിതം കൊണ്ട്? ആത്യന്തികമായി ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് സ്വർഗം നേടിയെടുക്കുക എന്നുള്ളതാണ്. ഫഖദ് ഫാസ്, അതാണ് വമ്പിച്ച വിജയം. അത് റയ്യാനിൽ കൂടിയായിരിക്കണം വിശ്വാസികൾ നേടിയെടുക്കേണ്ടത്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സന്തോഷ വാർത്തയാണ്. സ്വർഗത്തിലെ ഓരോ കവാടങ്ങളിൽ നിന്നും മലക്കുകൾ വിളിക്കുമെന്നാണ് ഓരോ കർമ്മങ്ങൾ ചെയ്തവരെ. റമളാനിൽ കൂടി അള്ളാഹുവിങ്കലേക്ക് അടുത്ത അടിയാറുകളെ ആ കവാടത്തിൻ്റെ ആൾക്കാർ വിളിക്കുമെന്നത് നോമ്പുകാർക്കു ഇതിലേക്ക് പ്രവേശം. വിശ്വാസികളെ, ആ ഒരു സന്തോഷ വാർത്ത നമുക്കുള്ളതാണ്. നേടിയെടുക്കുവാനുള്ള ഒരു സുവർണ അവസരമാണ് ഇൻഷാ അല്ലാഹ് കുറഞ്ഞ ദിവസം കഴിയുമ്പോൾ നമ്മിലേക്ക് സമാഗതമാകുന്നത്. ആ സ്വർഗം ആർക്കാണുള്ളത്? അവരെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്ന സന്തോഷ വാർത്തകൾ എന്താണ് എന്ന് സൂറത്തുൽ ബഖറയുടെ 25-ാമത്തെ ആയത്തിൽ നമുക്ക് ഹൃദ്യസ്ഥമാണ് ആ വചനം. വബശ്ശിരിൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി അന്ന ലഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സന്തോഷ വാർത്ത അറിയിക്കുകയാണ് റഹ്മാനായ റബ്ബ്. ആർക്കാണ് ഈ സ്വർഗമുള്ളത്? അമലുസ് സ്വാലിഹാത്തുകളും അല്ലാഹുവിൽ വിശ്വസിക്കുകയും കൃത്യമായി ജീവിത പദ്ധതിയെ അടയാളപ്പെടുത്തുകയും ചെയ്തവർക്കുള്ളതാകുന്നു സ്വർഗമെന്ന് വിശുദ്ധ ഖുർആൻ. അത് റഹ്മാനായ റബ്ബിൻ്റെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം അല്ലാഹു ഒരിക്കലും പാഴാക്കുകയില്ല. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. വിശ്വാസിനികൾക്ക് റഹ്മാനായ റബ്ബ് നൽകുന്ന വാഗ്ദാനം
ജന്നാത്തിൻ തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അരുവിയൊഴുകുന്ന പൂന്തോപ്പ് സ്വർഗം അവർക്കുണ്ട്. ഖാലിദീന ഫീഹാ, ശാശ്വതവാസികളാണ്. വമസ്വാകിന ത്വയ്യിബതൻ ഫീ ജന്നാത്തി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അളീം. സ്ഥിരവാസത്തിനുള്ള തോട്ടങ്ങൾ, അതിൽ വിശിഷ്ടമായ പാർപ്പിടങ്ങളുണ്ട്. റഹ്മാനായ റബ്ബിന്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ തൃപ്തി. വമ്പിച്ച വിജയവും അത് തന്നെയാണ്. അതാർക്കാണുള്ളത്? തഖ്വയുള്ളവർക്കാണ്. റമദാൻ ആ തഖ്വയ്ക്കുള്ള ഒരു പടിയാണ്. റമദാൻ ആ തഖ്വയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദിനരാത്രങ്ങളാണ്. ആ തഖ്വ നേടിയവർക്കാണ് അല്ലാഹുവിന്റെ സ്വർഗം ഒരുക്കി വച്ചിരിക്കുന്നത്. وسيق الذين اتقوا ربهم إلى الجنة الزمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طيبتم فادخلوها خالدين. വല്ലാത്ത ഒരു സന്തോഷ വാർത്തയാണ് സഹോദരങ്ങളെ. തഖ്വ ചെയ്ത മുത്തഖീങ്ങൾ കൂട്ടം കൂട്ടമായി സ്വർഗ കവാടങ്ങളിലേക്ക് എത്തുമ്പോൾ വാതിലുകൾ തുറക്കപ്പെടുമെന്നാണ്. കാവൽക്കാർ അവരോട് പറയുകയാണ്, നിങ്ങൾ സമാധാനത്തോടുകൂടി ഈ സ്വർഗ കവാടങ്ങളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. നിങ്ങൾ സംശുദ്ധരായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം അല്ലാഹുവിന്റെ ഉറപ്പായിരുന്നു. ഇതാ ആ ഉറപ്പിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് മലക്കുകൾ നമ്മോട് പറയുന്ന ആ സന്തോഷ വാർത്തയെക്കുറിച്ച് നമ്മുടെ മനോമുഖരങ്ങളിൽ തെളിയട്ടെ വിശ്വാസികളെ. മേൽക്കുമേൽ തട്ടുകളായി നിർമ്മിക്കപ്പെട്ട മണിമേടകളാണ് വിശ്വാസികളെ ആ സ്വർഗം. അത് കണ്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ഹഖാണ്, നരകം സത്യമാണ്, മീസാൻ സത്യമാണ്, ഹിസാബ് സത്യമാണ്. കണ്ടു പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നരകത്തിലെ സുഖാനുഭൂതികൾ മനസ്സിലാക്കിയ പ്രവാചകൻ, നരകത്തിന്റെ ശിക്ഷയാതനകൾ മനസ്സിലാക്കിയ പ്രവാചകൻ സ്വഹാബാക്കളോട് പറഞ്ഞത്, സ്വഹാബാക്കളെ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അധികമായൊന്നും ചിരിക്കുകയില്ല. എന്താണ് കണ്ടത് റസൂലേ? ഞാൻ നരകം കണ്ടു, അതിലെ വേദനകൾ കണ്ടു, അതിലെ ശിക്ഷാമുറകൾ ഞാൻ കണ്ടു. നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അധികം ചിരിക്കുകയില്ല സ്വഹാബാക്കളെ എന്ന് പഠിപ്പിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രവാചകർ മറ്റൊരിക്കൽ സ്വഹാബാക്കളോട് പറയുകയാണ്, നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ മേലെയുള്ളവരെ കാണും. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ സൂറത്തുൽ 39 അധ്യായം, സൂറത്തുൽ സുമറിലെ 20 ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ മേലെയുള്ളവരെ കാണുമെന്നാണ്. ഓരോരുത്തർക്കും ഓരോരോ ദറജയാണ്. ദുനിയാവിൽ ചെയ്ത അമലുകളുടെ അടിസ്ഥാനത്തിലാണ്. പ്രവാചകൻ പറയുകയാണ്, സ്വർഗത്തിൽ 100 ദറജകളുണ്ട് എന്നാണ്. 100 പദവികളുണ്ട്. എല്ലാവർക്കും ഒന്നുപോലെയല്ല. പ്രവാചകന്മാരുടെ പദവികൾ, ശുഹദാക്കളുടെ പദവികൾ, സ്വാലിഹീങ്ങളുടെ, സത്യവാന്മാരുടെ, അങ്ങനെയുള്ള ഓരോ പദവികൾക്കനുസരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവരെ പരിഗണിക്കുക. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്ന അഹ്ലൽ ജന്നതി യതറാഊന അഹ്ലൽ ഖുറഖി മിൻ ഫൗഖിഹിം കമാ യതറാഊനൽ കൗകബ്. മേലെയുള്ള നക്ഷത്രങ്ങളെ നിങ്ങൾ കാണുമല്ലോ സ്വഹാബാക്കളെ, അതുപോലെ നിങ്ങൾ കാണും നിങ്ങളുടെ മേലെയുള്ളവരെ. ജീവിതം ധന്യമാക്കിയ ആ മനുഷ്യർ, അള്ളാഹുവിന്റെ പ്രീതിക്കനുസരിച്ചുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയവർ നിങ്ങളുടെ മുകളിലായിരിക്കും. അവരെ നിങ്ങൾ കാണും. ഇതാ ആകാശത്ത് കാണുന്ന നക്ഷത്ര ഗോളങ്ങളുണ്ടല്ലോ, എത്ര സുവ്യക്തമായിട്ടാണ് നിങ്ങൾ കാണുന്നത്. അതിനേക്കാളും സുവ്യക്തമായി അവരുടെ ആ അടയാളങ്ങൾ നിങ്ങൾ കാണുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളോട് പറയുന്നത് ആ സ്വർഗത്തിന്റെ വിശാലതയെക്കുറിച്ച്, വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാ, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നേടിയെടുക്കുവാനും അല്ലാഹുവിന്റെ മഗ്ഫിറത്തിനും വേണ്ടി നിങ്ങൾ അമലുകളുമായി മുന്നോട്ട് പോകണമേ എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 133 ആയത്തും സൂറത്തുൽ ഹദീദിലെ 20 ആയത്തും. ആകാശഭൂമികളോളം വിശാലമായ ആ സ്വർഗം ആർക്ക്? ഉഇദ്ദത്തുൽ മുത്തഖീൻ, അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്നത് തഖ്വയോടുകൂടി ജീവിച്ചവർക്കാണ്, റബ്ബിനെ സൂക്ഷ്മതയിൽ കണ്ടവർക്കാണ്.
ഭയഭക്തിയോടുകൂടി ജീവിച്ചവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കി വച്ചിരിക്കുകയാണ്. സ്വർഗത്തിലെ ഒരു ചാട്ടവാർ വയ്ക്കുവാനുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് പ്രവാചകർ വിശേഷിപ്പിക്കുകയാണ്. അത് ഈ ഭൂമിയും ഭൂമിയിലുള്ളതിനേക്കാളും എല്ലാം ഖൈറാണ്. മൗദിഉ സൗതൻ ഫിൽ ജന്നത്തി ഖൈറും മിനദ് ദുനിയാ വമാ ഫീഹാ. സ്വർഗത്തിൽ ചാട്ടവാർ വയ്ക്കുന്ന ഒരു സ്ഥലമെങ്ങാനും കിട്ടിയിരുന്നുവെങ്കിൽ അത് ദുനിയാവിലുള്ളതിനേക്കാളും ഖൈറായിരിക്കുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അമലുകൾ ചെയ്തുകൊണ്ട് മാത്രമേ അത് നേടിയെടുക്കുവാനാകൂ സഹോദരങ്ങളെ. സംഘടനയുടെ പെരുപ്പം കൊണ്ടോ സംഘടനയുടെ മെമ്പർഷിപ്പ് കൊണ്ടോ നേതാക്കന്മാരെ അനുസരിക്കുന്നത് കൊണ്ടോ ഒരിക്കലും അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ഈ സ്വർഗം നമുക്ക് ലഭിക്കുകയില്ല. അത് ആണാകട്ടെ പെണ്ണാകട്ടെ. وَمَنْ يَعْمَلْ مِنَ الصَّالِحَاتِ مِنْ ذَكَرٍ أَوْ أُنْثَى وَهُوَ مُؤْمِنٌ فَأُولَٰئِكَ يَدْخُلُونَ الْجَنَّةَ. ആണുങ്ങളാകട്ടെ പെണ്ണുങ്ങളാകട്ടെ അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയവർ, അമലു സ്വാലിഹാത്തുകൾ ചെയ്തവർ ആരുണ്ട്? അവർക്കാണ് സ്വർഗം. അവർ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസാ 124-ാമത്തെ ആയത്ത്. ഒരു കണ്ണുകളും കണ്ടിട്ടില്ലാത്ത ആ സ്വർഗം, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത ആ സ്വർഗം, ഒരു മനുഷ്യ ഹൃദയവും ഭാവനയിൽ കൊണ്ടുവരാത്ത ആ സ്വർഗത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. സൂറത്തു സജദ പാരായണം ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, അഅദത്തു ലിഇബാദിസ് സ്വാലിഹീൻ. അല്ലാഹുവിന്റെ അടിയാറുകളായ സ്വാലിഹീങ്ങൾക്ക് ഒരുക്കി വച്ചിരിക്കുന്നു ആ സ്വർഗം. മാലാ ഐനു റഅത്, ഒരു കണ്ണുകളും കാണാത്ത, വലാ ഉദുന സമിഅത്, ഒരു കർണപുടങ്ങളും കേൾക്കാത്ത, വലാ ഖത്റ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യ ഹൃദയവും ഭാവനയിൽ കൊണ്ടുവരാത്ത ആ സ്വർഗം. എന്നിട്ടാണ് പ്രവാചകൻ ഈ ആയത്ത് ഓതുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അയുനിൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്. നോമ്പൽ അവരുടെ ജീവിതത്തെ ധന്യമാക്കിയതിന്റെ പ്രതിഫലമാണ്. സൂക്ഷ്മതയോടുകൂടി ജീവിച്ചതിന്റെ ആ പ്രതിഫലമാണ് ആ സ്വർഗം എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ്. വിശ്വാസികളെ, മഹത്തായ സമ്മാനമാണ് ആ സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗത്തെക്കാളും ഒരു സമ്മാനം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സ്വർഗവാസികളോട് റഹ്മാനായ റബ്ബ് തആല ചോദിക്കുന്ന ആ ഒരു സന്തോഷ വാർത്ത, ഇന്നല്ലാഹ തബാറക വ തആല യഖൂലു ലി അഹ്ലിൽ ജന്ന. സ്വർഗാവകാശികളോട് റഹ്മാനായ റബ്ബ്, ഉന്നതനായ റബ്ബ് ചോദിക്കുമെന്നാണ്, യാ അഹ്ലൽ ജന്ന, സ്വർഗാവകാശികളെ. ഉടൻ തന്നെ സ്വർഗാവകാശികൾ പറയും, ലബ്ബൈക റബ്ബനാ വസഅദൈക്. എന്താണ് റബ്ബേ? ഉത്തരം നൽകിയിരിക്കുകയാണ്, ഞങ്ങൾ നിനക്ക് സമർപ്പിച്ചിരിക്കുകയാണ് റബ്ബേ. അല്ലാഹു തആല അവരോട് ചോദിക്കുകയാണ്, ഹൽ റളിയതും, തൃപ്തിയായോ നിങ്ങൾക്ക്? അടിയാറുകളോട് ചോദിക്കുകയാണ് റഹ്മാനായ റബ്ബ്. സ്വർഗത്തിന്റെ അനുഭൂതികളെല്ലാം, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി വെച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് ചോദിക്കുകയാണ്, ഹൽ റളീതും, നിങ്ങൾക്ക് സമാധാനമായോ, നിങ്ങൾക്ക് സംതൃപ്തമായോ നമ്മുടെ ഈ വരദാനം? അടിമകൾ പറയുകയാണ്, യാ റബ്ബ് വമാലനാ ലാ നർളാ, എങ്ങനെയാ തൃപ്തിപ്പെടാതിരിക്കുവാൻ? പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുക്കി വച്ചിരിക്കുന്നുവല്ലോ നിന്റെ ഭവനത്തിൽ. ഈ ശാശ്വതമായ ഈ ഭവനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഉണ്ട് റബ്ബേ, ഞങ്ങൾക്ക് മതി. വഖദ് അഅതൈതനാ മാ ലം തുഅതി അഹദൻ മിൻ ഖൽഖിക്, നിന്റെ പടപ്പുകളിൽ ഒരാൾക്കും നൽകാത്ത ഇത്രയും മഹത്തരമായ ഗുണം ഞങ്ങൾക്ക് തന്നുവല്ലോ അല്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ, അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടവർ പറയുകയാണ്, റബ്ബേ നീ ആ സന്മാർഗം ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലായിരുന്നുവെങ്കിൽ നിന്റെ ഈ സ്വർഗത്തിൽ ഞങ്ങൾ എങ്ങനെയാ പ്രവേശിക്കുക എന്ന് നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അടിയാറുകൾ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പറയുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. റബ്ബ് തആല വിടുന്നില്ല. അല്ലാഹുവേ, നീ മറ്റൊരു പടപ്പുകൾക്കും കൊടുക്കാത്ത അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയല്ല, ഞങ്ങൾ തൃപ്തിയാണല്ലാ. ഫയഖൂലുല്ലാഹ് അനാ ഉഅതീകും അഫ്ളല മിൻ ദാലിക്, ഇതിനേക്കാളും നിങ്ങൾക്ക് ഞാനൊരു പദവി നൽകുവാൻ പോവുകയാണ്. ഖാലൂ യാ റബ്ബ് വഅയ്യു ഷൈഇൻ അഫ്ളല മിൻ ദാലിക്, ഇതിനേക്കാളും അഫ്ളലോ,
ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതിനേക്കാളും ശ്രേഷ്ഠകരമായിട്ടുള്ള എന്ത് നന്മയാണ് റബ്ബേ നിന്റെ പക്കലുള്ളത് എന്ന് അടിയാറുകൾ ചോദിക്കുമ്പോഴേക്കും റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ റബ്ബ് അടിയാറുകളോട് പറയുകയാണ്, ഉഹില്ല അലൈക്കും റിദ്വാനി, എന്റെ സംതൃപ്തി നിങ്ങൾക്ക് ചൊരിഞ്ഞു തന്നിരിക്കുകയാണ്. എന്റെ കോപം നിങ്ങളിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. എന്റെ പൂർണ്ണമായ റിളായും ലിഖാവുമാണ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സംതൃപ്തമായ ജീവിതത്തെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വർഗാവകാശികളോട് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിശ്വാസികളെ, വിശ്വാസിനികളെ, ആ സ്വർഗത്തിൽ കുടുംബത്തോടൊപ്പം പ്രവേശിക്കണം. കുടുംബത്തോടൊപ്പം പ്രവേശിക്കണം. മാതാപിതാക്കളോടൊപ്പം, ഇണകളോടൊപ്പം, മക്കളോടൊപ്പം, വേണ്ടപ്പെട്ടവരോടൊപ്പം നമ്മുടെ മനോമുഖരങ്ങളിൽ തെളിയട്ടെ അങ്ങനെ ഒരു ആ സന്തോഷ ആ ഒരു ജീവിതം. വിശുദ്ധ ഖുർആനിലെ ആയത്ത് നോക്കൂ, 13-ാം അധ്യായം സൂറത്തുർ റഅദിലെ 23-ാമത്തെ ആയത്ത്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം. പിതാക്കന്മാരിൽ നിന്നും ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നും അമലുകൾ ചെയ്തവരാരോ? ഞാൻ നല്ല വാപ്പായുടെ മക്കളാണ്, നല്ല പിതാവിൻ്റെ മക്കളാണ് ഞങ്ങൾ, നല്ല സന്താനങ്ങളുടെ മാതാപിതാക്കളാണ് ഞങ്ങൾ, നല്ല കുടുംബക്കാരാണ്. രക്ഷപ്പെടുവാൻ സാധ്യമല്ല സഹോദരങ്ങളെ. ആര് അമല സ്വാലിഹാത്തുകളുമായി കുടുംബത്തോടൊപ്പം അവിടെ എത്തിയോ, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സ്വബർതും. മലക്കുകൾ പറയുന്ന ആ ഒരു രംഗം, നിങ്ങൾ ക്ഷമിച്ചതിൻ്റെ ഫലമായി, നിങ്ങൾ സബ്ർ ചെയ്തതിൻ്റെ ഫലമായി ഇതാ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. മക്കളോടൊപ്പം, ഇണകളോടൊപ്പം, മാതാപിതാക്കളോടൊപ്പം, വേണ്ടപ്പെട്ടവരോടൊപ്പം നിങ്ങൾ അല്ലാഹുവിന്റെ വരദാനമായ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് മലക്കുകൾ പറയുന്ന ആ ഒരു രംഗം വിശ്വാസികളെ നാം അനുഭവിക്കണം. അത് നേടിയെടുക്കണം വിശ്വാസികളെ. ബിമാ സ്വബർതും, ക്ഷമിച്ചതുകൊണ്ടാണ്. ക്ഷമിച്ചതുകൊണ്ടാണ്. ക്ഷമ എന്ന് പറയുന്നത് ദീനാണ്, ദീനിന്റെ പകുതിയാണ്. ക്ഷമ എന്ന് പറയുന്നത് പലർക്കും പലപ്പോഴും നഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ്. ദീനീ പ്രബോധന രംഗങ്ങളിൽ, കുടുംബത്തിൽ, നാട്ടിൽ, ചുറ്റുപാടിൽ ദീൻ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും, മറ്റുള്ള പ്രയാസങ്ങൾ കേൾക്കേണ്ടി വരും, നിന്ദ അനുഭവിക്കേണ്ടി വരും, സ്ഥാനം ലഭിക്കുകയില്ല, വേറെ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. മറുപടി പറയട്ടെയോ എന്ന് തോന്നും. ഇതിനെങ്കിലും മറുപടി പറഞ്ഞില്ലെങ്കിൽ എന്തൊരു മനുഷ്യനാണ് നാമെന്ന് ചിന്തിക്കുന്ന ഇത്തരം ലോകത്താണ് വിശ്വാസികളെ ബിമാ സ്വബർതും, ക്ഷമിച്ചതുകൊണ്ട് മാതാപിതാക്കളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ. കുടുംബത്തിൽ തൗഹീദ് പറയുമ്പോൾ കുത്തുവാക്കുകൾ കേൾക്കും, വീട്ടിൽ തൗഹീദ് പറയുമ്പോൾ കുത്തുവാക്കുകൾ കേൾക്കും. അരുതാത്തത് പലതും പറയുവാൻ നമ്മെ പ്രേരിപ്പിക്കും. അപ്പോഴും നാം വിചാരിക്കും ബിമാ സ്വബർതും, റബ്ബേ ക്ഷമിച്ചവർക്ക് നൽകുന്ന ആ പ്രതിഫലം ഞാൻ ഓർത്തുകൊണ്ട് അല്ലാഹുവേ ഞാൻ പ്രതികരിച്ചില്ല, ഞാൻ ക്ഷമിച്ചു റബ്ബേ. ഭാര്യയോട് ക്ഷമിച്ചു, ഭർത്താവിനോട് ക്ഷമിച്ചു, മക്കളോട് ക്ഷമിച്ചു. എന്തിൻ്റെ പേരിൽ? തൗഹീദ് പറഞ്ഞതിൻ്റെ പേരിൽ, സുന്നത്ത് പറഞ്ഞതിൻ്റെ പേരിൽ, ബിദ്അത്തുകൾക്കെതിരെ പറഞ്ഞതിൻ്റെ പേരിൽ. എന്നെ പ്രയാസപ്പെടുത്തിയ ഭാര്യ ഉണ്ടായിരുന്നു, എന്നെ പ്രയാസപ്പെടുത്തിയ മക്കളുണ്ടായിരുന്നു, അവരോടൊക്കെ ഞാൻ അരുതാത്തത് ഒന്നും പറഞ്ഞില്ല. അല്ലാ, നിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ഞാൻ ക്ഷമിച്ചു എന്ന് പറയുന്ന ആ കുടുംബത്തെ വിളിച്ചുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പറയുന്നത്, പ്രവേശിച്ചു കൊള്ളുക നിങ്ങൾ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് എന്ന് റഹ്മാനായ റബ്ബ് ഈ ആയത്തിൽ ഉദ്ഖുലൂഹാ ബിസലാമിൻ ദാലിക യൗമുൽ ഖുലൂദ്, ശാശ്വതമായ ആ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. ഉദ്ഖുലൂഹാ ബിസലാമിൻ ആമിനീൻ, നിർഭയത്വത്തോടുകൂടി നിങ്ങൾ ഈ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക. വയലഖൗന ഫീഹാ തഹിയ്യതൻ വസലാമാ, അഭിവാദ്യത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ആ മലക്കുകൾ നിങ്ങളെ സ്വീകരിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാനിലെ 75, സൂറത്തുൽ ഖാഫിലെ 34, സൂറത്തുൽ ഹിജ്റിലെ 46 ആയത്തുകളിൽ ആ സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട നല്ല അടിയാറുകളായി ആ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള കർമ്മങ്ങളാണ് വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തേണ്ടത്. റമളാൻ നമുക്കുള്ള വരദാനമാണ് വിശ്വാസികളെ.
ആ സ്വർഗത്തിൽ 8 കവാടങ്ങളുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഫിൽ ജന്നത്തി 8 അബ്വാബ് ഫീഹാ ബാബുൻ യുസമ്മ റയ്യാൻ ലാ യദ്ഖുലുഹു ഇല്ലാ സ്വായിമൂൻ. ആ 8 കവാടത്തിൽ ഒരു കവാടത്തിന്റെ പേര് റയ്യാൻ എന്നുള്ളതാണ്. നോമ്പുകാർ മാത്രമേ അതിലൂടെ പ്രവേശിക്കുകയുള്ളൂ. ഓരോ ബാബിനും ഓരോ വാതിലുകളുണ്ട്. സ്വർഗം കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ ആ സത്യവിശ്വാസികൾക്ക് മിൻ ബാബിസ് സ്വലാ, നമസ്കാരത്തിന്റെ വാതിലിൽ കൂടി പ്രവേശിക്കുവാൻ ആനയിക്കപ്പെടും. വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദി ദുഇ മിൻ ബാബിൽ ജിഹാദ്, ദീനിന് വേണ്ടി പരിശ്രമം നടത്തിയവർക്ക് അങ്ങനെയുള്ള വാതിലിൽ കൂടി പ്രവേശിക്കുവാൻ അല്ലാഹു അനുവാദം നൽകും. വമൻ കാന മിൻ അഹ്ലിസ് സിയാം ദുഇ മിൻ ബാബിർ റയ്യാൻ, നോമ്പുകാർക്ക് റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടിയുള്ള പ്രവേശമാണ്. വമൻ കാന മിൻ അഹ്ലിസ് സ്വദഖത്തി ദുഇ മിൻ ബാബിസ് സ്വദഖ, ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പാവപ്പെട്ടവരെ സഹായിച്ചവർക്ക് വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയാതെ അർശിന്റെ തണൽ മാത്രം ലഭിക്കുവാൻ അർഹതപ്പെട്ട ആ ബാബ് സ്വദഖയുണ്ടല്ലോ, അതിൽ കൂടി പ്രവേശിക്കുവാൻ സ്വദഖ ചെയ്തവരെ അല്ലാഹു തആല അനുവദിക്കും. മറ്റൊരു ഹദീസിൽ നാം വായിക്കുകയാണ്, ഇന്ന ഫിൽ ജന്നത്തി ബാബൻ യുഖാലു ലഹു റയ്യാൻ, സ്വർഗ്ഗത്തിലെ റയ്യാൻ എന്നുള്ള വാതിലിൽ നോമ്പുകാർ പ്രവേശിക്കും. അല്ലാഹു ചോദിക്കുമത്രേ, ലാ യദ്ഖുലു മിൻഹു അഹദുൻ ഗൈറുഹു, അല്ലാത്ത ഒരാളും ആ റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടി പ്രവേശിക്കുകയില്ല. ഐന സ്വായിമൂൻ, ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടെ? അവർ ഇതിലേക്ക് പ്രവേശിച്ചു കൊള്ളട്ടെ. മറ്റാർക്കും പ്രവേശമില്ലാത്ത ഈ റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടി, സ്വർഗാവകാശികളുടെ ഏറ്റവും മഹത്തരമായ ഈ റയ്യാൻ എന്നുള്ള വാതിലിൽ കൂടി ഉപവാസം അനുഷ്ഠിച്ചവർ, റബ്ബിന് വേണ്ടി പട്ടിണി കിടന്നവർ, അള്ളാഹുവിന് വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ നോമ്പനുഷ്ഠിച്ചവർക്ക് ഈ വാതിലിൽ കൂടി പ്രവേശിക്കാമെന്ന് അള്ളാഹുവിൻ്റെ ആ വാഗ്ദത്തമായിട്ടുള്ള ആ സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കുവാനുള്ള മഹാസൗഭാഗ്യം കിട്ടിയവർ എത്ര ധന്യവാന്മാരാണ് വിശ്വാസികളെ. ഉന്നതമായ പദവികളാണ് അവർക്കുള്ളത്. ആർക്ക്? വമൻ യഅതിഹി മുഅ്മിനാ ഖദ് അമല സ്വാലിഹാത്തി ഫൗലൈക ലഹുമുദ് ദറജാത്തുൽ ഉലാ, വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർ അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ അവർക്കാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ദറജകൾ ഉള്ളത്. ഇന്ന ഫിൽ ജന്നത്തി 100 ദറജ, 100 ദറജയാണ് സ്വർഗത്തിൽ. നേരത്തെ പറഞ്ഞു, അള്ളാഹുവിന്റെ അടിയാറുകൾക്ക് എല്ലാവർക്കും ഒരേ പദവികളല്ല. ചെയ്ത അമലുകൾക്കനുസരിച്ചുകൊണ്ട് ഓരോ ദറജകൾ റഹ്മാനായ റബ്ബ് നൽകുമെന്നാണ്. എന്നിട്ട് പ്രവാചകർ പറയുകയാണ്, സ്വഹാബാക്കളെ, നിങ്ങൾ അള്ളാഹിനോട് ചോദിക്കണം. എന്താ ചോദിക്കേണ്ടത്? ഫൈദാ സഅൽതുമുല്ലാഹു ഫസലുഹു ഫിൽ ഫിർദൗസ്, ഫിർദൗസിന് വേണ്ടി ചോദിക്കണം. അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹിനോട് ചോദിക്കണം. ഫഇന്നഹു ഔസത്തുൽ ജന്നത്തി വഅലൽ ജന്ന, ആ ഫിർദൗസ് ഉണ്ടല്ലോ സ്വർഗ്ഗത്തിലെ ഉത്കൃഷ്ടമാണ്, സ്വർഗ്ഗത്തിലെ അത്യുത്തമമാണ്. വഫൗഖഹു അർശുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അർശ് സ്ഥിതി ചെയ്യുന്നതിന് മുകളിലാണ് ആ ഫിർദൗസ് എന്ന് പറയുന്ന ആ സ്വർഗം. അതുകൊണ്ട് സ്വഹാബാക്കളെ, നിങ്ങൾ റബ്ബിനോട് സ്വർഗം തേടുകയാണെങ്കിൽ ആ ഫിർദൗസിനെ തന്നെ ചോദിച്ചു വാങ്ങണേ എന്ന് കാരുണ്യത്തിന്റെ പ്രവാചകരായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഒരിക്കൽ അള്ളാഹിന്റെ റസൂൽ സഹാബാക്കളുമായിട്ടിരുന്നു കൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ സ്വർഗീയ അനുഭൂതികൾ പറയുന്നു, വിവരിച്ചു കൊടുക്കുകയാണ്. സ്വർഗത്തിലെ അനുഭൂതി ഞാൻ കണ്ടു, സ്വർഗത്തിലെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് സ്വഹാബാക്കളോട് സന്തോഷ വാർത്ത അറിയിക്കുന്ന നേരത്ത് ഒരു അഅറാബി വന്നുകൊണ്ട് പ്രവാചകരോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ആർക്കാണ് ഈ സ്വർഗം? അങ്ങ് പറഞ്ഞുവല്ലോ, സ്വർഗത്തിൻ്റെ അനുഭൂതികൾ വിവരിച്ചുവല്ലോ, സ്വർഗത്തിന്റെ സംവിധാനങ്ങളെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുവല്ലോ യാ റസൂലല്ലാഹ്, ലിമൻ ഹിയ, ആർക്കുള്ളതാണിത്? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 3 വിശേഷണം അള്ളാഹിന്റെ റസൂൽ പറയുകയാണ്. ലിമൻ അത്വാബൽ കലാം, സംസാരം നന്നാക്കുന്നവർക്ക്, സംസാരം നന്നാക്കുന്നവർക്ക്. വിശ്വാസികളെ, തൗഹീദുള്ളവരെ, മുവഹിദീങ്ങളെ, പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുകയാണ് നമ്മുടെ നാവിൽ നിന്നും നിർഗളിക്കുന്ന വാക്കുകൾ. സ്വർഗം നഷ്ടപ്പെട്ടു പോകും. സ്വർഗത്തിന് വേണ്ടി പാടുപെടുന്ന നമ്മൾ നോമ്പിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്യുകയാണ്, എന്തെല്ലാം പരിശ്രമങ്ങൾ ചെയ്യുകയാണ്.
അള്ളാഹുവിന്റെ പ്രവാചകർ പറയുകയാണ്, നിങ്ങളുടെ ഈ നാവുണ്ടല്ലോ ആ സ്വർഗം നഷ്ടപ്പെടുത്തി കളയും. ഈ സ്വർഗാനുഭൂതികളൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയും. ഒരുപക്ഷെ അതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ അഹലുകാരായേക്കാം. നിങ്ങളുടെ ഒരു വാക്ക് മതി അത് നഷ്ടപ്പെടാൻ കാരണമെന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയാണ്. അതുകൊണ്ട് സ്വഹാബാക്കളെ, ലിമൻ അത്വാബൽ കലാം, സംസാരം ആരാണോ ക്ലിപ്തപ്പെടുത്തുന്നത്, ആരാണോ നന്നാക്കുന്നത്, സംസാരത്തിൽ പരിശുദ്ധരാരാണോ അവർക്കാണ് ഈ സ്വർഗമുള്ളത്. അന്നം കൊടുക്കുകയാണവർ, പാവപ്പെട്ടവർക്ക് അവർ വിളമ്പുകയാണ്, അവർ അന്നമൂട്ടുകയാണ്. ആരാണ്? അവർക്കാണ് ഈ സ്വർഗം. നോമ്പ് പതിവാക്കുന്നവർ ആരാണോ, ഫർളുകളും സുന്നത്തുകളുമായിട്ടുള്ള നോമ്പുകൾ പരമാവധി പിടിച്ചുകൊണ്ട് റബ്ബിങ്കലേക്ക് അടുക്കുവാനുള്ള പരിശ്രമം നടത്തുന്നവർ ആരാണോ, ജനങ്ങളെല്ലാം ഉറങ്ങുന്ന നേരത്ത് ഏകാന്തനായി എണീറ്റുകൊണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യുന്നവർ ആരോ അവർക്കുള്ളതാണ് ഈ സ്വർഗം എന്ന് അറാബിയോട് പറയുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷ വാർത്ത വിശ്വാസികളെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കണ്ടേ? അതിനു വേണ്ടിയുള്ള ആ ഒരു മാസമല്ലേ നമ്മുടെ മുന്നിൽ വരുന്നത്. മറ്റുള്ള മാസം പോലെയാണ് ഈ റമദാനെയും നാം കാണുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് എന്ത് നേട്ടമാണ് സഹോദരങ്ങളെ, എന്ത് നേട്ടമാണ് സഹോദരങ്ങളെ. ആ സ്വർഗമായിരിക്കണം നമ്മുടെ അഭിലാഷം, ആ സ്വർഗമായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം. ഒരിക്കൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്ത മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ സ്വഹാബിയാണ്. അള്ളാന്റെ റസൂലിന് സേവനം ചെയ്ത മഹാനായ ഒരു സ്വഹാബി. ഒരിക്കൽ അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, യാ റബീഅ സൽനി ഉഅതിക്, എന്നോട് ചോദിക്കൂ റബീഅ, ഞാൻ നിനക്ക് നൽകാം. ആ സ്വഹാബി മൗനം പാലിച്ചു വന്നാണ്. മൗനം പാലിച്ചു. കുറേ നേരം മൗനം പാലിച്ചതിന് ശേഷം, ഉറ്റാലോചിച്ചതിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അസ്അലുക അൻ തദ്ഉ വല്ലാഹു അൻ യുജന്നബനി മിനൻ നാർ വയുദ്ഖിലനൽ ജന്ന. അള്ളാഹിൻ്റെ റസൂലേ, അങ്ങനെക്ക് വേണ്ടി ദുആ ചെയ്യണം. സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അങ്ങ് ദുആ ചെയ്യണം. നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനും ദുആ ചെയ്യണം. ആര് ചോദിക്കുകയാണ് സഹോദരങ്ങളെ? പ്രവാചകന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത സ്വർഗത്തിന്റെ അവകാശികളായ സ്വഹാബികളിൽ പ്രമുഖനായ മഹാനായ റബീഅത്ത് ഇബ്നു കഅബിൽ അസ്ലമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങേക്ക് വേണ്ടി ചെയ്ത സേവനം അങ്ങേക്കറിയാമല്ലോ റസൂലേ. ഞാനൊന്നു മാത്രമേ അങ്ങയോട് ആവശ്യപ്പെടുന്നുള്ളൂ. അങ്ങൊന്ന് ദുആ ചെയ്യുമ്പോൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. സ്വർഗത്തിൽ അങ്ങയോടൊപ്പം ഒന്ന് കാണുവാൻ, ശാശ്വതമായ നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ അങ്ങ് ദുആ ചെയ്യണം എന്ന് ആ സ്വഹാബി പറയുമ്പോൾ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൗനം പാലിച്ചു വന്നാണ്. പിന്നീട് ചോദിച്ചു, യാ റബീഅ മൻ അമറക ബിഹാദ, ഇങ്ങനെ കൽപ്പിക്കുവാൻ ആരാണ് നിന്നോട് പറഞ്ഞത്? ഖുൽതു, ഞാൻ പറഞ്ഞു, മാ അമറനീ ബിഹി അഹദുൻ, ആരും കൽപ്പിച്ചില്ല റസൂലേ. വലാകിന്നി അലിംതു, എന്നാൽ എനിക്ക് മനസ്സിലായത് ഇപ്രകാരമാണ്. വഅൻത മിനല്ലാഹി ബിൽ മക്കാനില്ലദീ അൻത ബിഹി മിൻ, അങ്ങാകട്ടെ റബ്ബിന്റെ അടുക്കൽ മഹത്തായ സൗഭാഗ്യത്തിന്റെ ഉടമസ്ഥനാണ്. അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായ സ്ഥാനമുള്ള അങ്ങ്. ഞാനിങ്ങനെ ആലോചിച്ചു, അന്നദ്ദുനിയാ ഫാനിയത്തുൻ മുൻഖതിഅത്തുൻ, ദുനിയാവ് ഏതായാലും നശിച്ചു പോവുക തന്നെ ചെയ്യും. ഇത് മുറിഞ്ഞു പോകുക തന്നെ ചെയ്യും. ഈ ദുനിയാവ് നശിക്കാത്ത മുറിയാത്ത പരലോകത്ത് ആ സ്വർഗം ലഭിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ അഭിലാഷമാണ് റസൂലേ. അതുകൊണ്ട് എനിക്ക് സ്വർഗം മതി. അങ്ങതിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നി ഫാഇലുൻ യാ റബീഅ, ഞാൻ അങ്ങനെ ചെയ്യാം, നിനക്ക് വേണ്ടി ദുആ ചെയ്യാം. പക്ഷെ എനിക്ക് വേണ്ടി നീ സഹായം ചെയ്യണം. എന്താണ് സഹായം എന്നറിയുമോ? ഫഅനി ബികഥറത്തി സുജൂദ്, അധികം സുജൂദ് ചെയ്തുകൊണ്ട് എന്നെയും സഹായിക്കണം. നീ അങ്ങനെ നമസ്കാരവും സുജൂദുകളുമായി റബ്ബിങ്കലേക്ക് കൂടുതൽ അടുത്താൽ അതിനെ സാക്ഷിയാക്കിക്കൊണ്ട് നിനക്ക് വേണ്ടി ദുആ ചെയ്യാം റബീഅ. അതുകൊണ്ട് റബീഅ, നിന്റെ ആഗ്രഹം നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനും സ്വർഗപ്രവേശനവും ആണല്ലോ. അതേ റസൂലേ, അതിനു വേണ്ടി നീ എന്നെ സഹായിക്കേണ്ടത് എങ്ങനെയാണ്?
ഒരുപാട് സുജൂദുകൾ ചെയ്തുകൊണ്ട്, ഒരുപാട് തക്ബീറുകൾ ചെയ്തുകൊണ്ട് റബ്ബിങ്കലേക്ക് കൂടുതൽ നമസ്കാരത്തിലേക്ക് അടുത്തുകൊണ്ടായിരിക്കണം എന്നെ സഹായിക്കേണ്ടത്. അങ്ങനെ ചെയ്താൽ ഞാനും നിന്നെ സഹായിക്കാം. എങ്ങനെ? നിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനും നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാനും നിനക്ക് വേണ്ടി ഞാൻ റബ്ബിനോട് ദുആ ചെയ്യാം എന്ന് പറയുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, സാന്ദർഭികമായി പറയുകയാണ്, നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിയാക്കന്മാരെന്ന് പറയുന്നവർ ശുഭ്രവസ്ത്രധാരികൾ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസ് കൂടി പറഞ്ഞു, മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മർറാത്ത്, ഒരു മനുഷ്യൻ 3 പ്രാവശ്യം അല്ലാഹുവിന്റെ അടുക്കൽ സ്വർഗം ചോദിച്ചാൽ, ഖാലത്തുൽ ജന്ന, സ്വർഗം അല്ലാഹുവിനോട് പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹ് നിന്നോട് സ്വർഗത്തിന് വേണ്ടി കേഴുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അവന് വേണ്ടി നിന്നോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്, അവന് നീ സ്വർഗത്തിൽ പ്രവേശിക്കണം. ആരെങ്കിലും ഒരു മനുഷ്യൻ 3 പ്രാവശ്യം അല്ലാഹുവിന്റെ നരകത്തെ തൊട്ട് കാവൽ തേടുകയാണെങ്കിൽ ഖാലത്തുന്നാർ, നരകം റബ്ബിനോട് പറയും, യാ റബ്ബ് അല്ലാഹുമ്മ അജ്ർഹു മിനന്നാർ, അല്ലാഹുവേ നിന്നോട് നരകത്തിന്റെ ഭയാനതകൾ മനസ്സിലാക്കിയ ഇന്നാലിന്നെ അടിമ കാവൽ തേടുകയാണ് റബ്ബേ, അവന്റെ കാര്യത്തിൽ നിന്നോട് ശുപാർശ ചെയ്യുകയാണ് അല്ലാഹ്, അവനെ നീ നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണമേ എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി സ്വഹീഹായ ഹദീസുകളിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിന് വേണ്ടി തേടിയിരുന്നത് മഹാനായ ജല്ല ജലാലായ റബ്ബിനോടായിരുന്നു. സ്വർഗത്തിൽ നിന്നും സ്വർഗപ്രവേശം നേടുവാനും നരകത്തിൽ നിന്നും അകറ്റുവാനും എല്ലാം റബ്ബിനോടായിരുന്നു തേടിയത്. നാം നേരത്തെ പറഞ്ഞ ആ ചരിത്രമുണ്ടല്ലോ, റബീഅത്ത് ബിൻ കഅബ് അസ്ലമി റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം കേട്ടുവല്ലോ. അള്ളാഹിന്റെ റസൂലിനോട് ചോദിച്ചത്, റസൂലേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും നരകത്തിൽ നിന്നും അകറ്റുവാനും അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറയുന്ന ഈ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ മുസ്ലിയാക്കന്മാർ റമളാൻ മാസത്തിൽ പോലും ആയിരങ്ങളെ വിളിച്ചു കൂട്ടിക്കൊണ്ട്, നബിയേ ഞങ്ങളെ കാണുന്നില്ലേ നബിയേ, സ്വർഗത്തിലേക്ക് ഞങ്ങൾക്കൊരു ടിക്കറ്റ് തരണേ നബിയേ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ നബിയേ, ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി നബിയേ, ഞങ്ങൾ നിങ്ങളോടാണ് ആവലാത് പറയുന്നത് നബിയേ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ നബിയേ എന്നും പറഞ്ഞുകൊണ്ട് റമളാനിലെ പുണ്യമായ ദിനരാത്രങ്ങളിൽ പോലും ആയിരങ്ങളെ വിളിച്ചുകൊണ്ട് റബ്ബിനോട് തേടേണ്ട ഈ പ്രാർത്ഥന അല്ലാഹുവിന്റെ അടിയാറുകളിലേക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തോട്, മുസ്ലിയാക്കന്മാരോട് നാം ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി എന്താണ്? റബീഅത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് സ്വർഗം ചോദിച്ചു. എന്താണ്? അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അതാണ് നാം നേരത്തെ വിശദീകരിച്ചത്. റസൂലേ അങ്ങ് ദുആ ചെയ്യണം, അത് നാം പരസ്പരം ദുആ ചെയ്യുമല്ലോ, എനിക്ക് വേണ്ടി താങ്കൾ ദുആ ചെയ്യണം, അതുപോലെ പരസ്പരം ദുആ ചെയ്യാമെന്നുള്ള തെളിവാണ് ഈ ഹദീസിലുള്ളത്. അല്ലാതെ സ്വർഗം പ്രവാചകരോട് തേടിയതല്ല. അതുകൊണ്ടാണ് വിശ്വാസികളെ നരകത്തിൽ നിന്നും അകറ്റുവാനായി പോലും മഹാന്മാരെ വിളിച്ചുകൊണ്ട് ഇന്നത്തെ മുസ്ലിയാക്കന്മാർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. വനജ്ജിഹി മില്ലല്ലാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലിയ്യും മുഹയ്യദ്ദീനി. നേതാക്കളിൽ നേതാവായ മുഹയ്യദ്ദീൻ ഷേഖേ, നരകത്തീയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് ഖുതുബിയത്തിൽ കൂടി പാടിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളെ, ഗൗരവമുള്ള കാര്യമാണ്. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ നാം കാണണം. സ്വർഗത്തിന് വേണ്ടി തേടേണ്ടത് പടച്ച റബ്ബായ അല്ലാഹുവിനോടാണ്. നരകത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ തേടേണ്ടതും ഒരു ശൈഖിനോടല്ല, ഒരു ഔലിയാക്കളോടല്ല, ഒരു മഹാനോടല്ല, ഒരു പ്രവാചകനോടുമല്ല. നേരെ മറിച്ച് ആ പ്രവാചകന്മാർ ഏതൊരു റബ്ബിനോടായിരുന്നോ പ്രാർത്ഥിച്ചത്, ഔലിയാക്കന്മാരെല്ലാം ഏതൊരു റബ്ബിനോടായിരുന്നോ പ്രാർത്ഥിച്ചത്, ബീവിമാരെല്ലാം ഏതൊരു റബ്ബിനോടായിരുന്നോ പ്രാർത്ഥിച്ചത്, ആ റബ്ബിനോടായിരിക്കണം. അതാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. മൻ സഅലല്ലാഹുൽ ജന്നത സലാസ മർറാത്ത്. ഒരു മനുഷ്യൻ 3 പ്രാവശ്യം സ്വർഗത്തിന് വേണ്ടി അല്ലാഹുവിനോട് ചോദിച്ചാൽ സ്വർഗം പറയും, യാ റബ്ബ് ഈ മനുഷ്യനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്നുള്ള
ആ ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മൾ പെടണം വിശ്വാസികളെ. അങ്ങനെയുള്ള വിശ്വാസത്തിൻ്റെ ഉടമകളായി മാറുവാൻ ജീവിതത്തെ ക്രമീകരിക്കുക. റമളാൻ അതിനു വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാകട്ടെ വിശ്വാസികളെ. റഹ്മാനായ റബ്ബ് അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.